ഹായ് എവരി വൺ. നമ്മളിന്ന് വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. പോകുന്ന വഴി 2 മിനിറ്റ് ഒന്ന് ബ്ലോക്കായി. റെയിൽവേ ഗേറ്റ് അടച്ചിരിക്കുകയായിരുന്നു. നമ്മുടെ കൂടെ ഇന്ന് അച്ഛനും അമ്മയും ഉണ്ട്. അപ്പം ചെറിയ ചെറിയ ഷോപ്പിംഗ് ആയിട്ടാണ് ഇന്ന് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഗേറ്റ് തുറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴാണ് ദേ പോകുന്നു അടുത്ത ട്രെയിൻ. പോകുന്ന വഴി നമ്മൾ ധർമ്മശാലയുള്ള കല്യാശ്ശേരി വീവേഴ്സിലൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കയറി എന്തിനാന്ന് വെച്ചാൽ ഒരു കുറിക്ക് ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറി വിളിക്കുന്ന സമയത്ത് എത്രയാണോ എമൗണ്ട് നമ്മൾക്ക് കിട്ടുന്നത് അതിന് കണക്കായിട്ടുള്ള വസ്തുക്കൾ നമുക്ക് അവിടെ നിന്ന് വാങ്ങാൻ പറ്റും. അതിപ്പോൾ ബെഡ്ഷീറ്റ് ആവാം, ഇല്ലെങ്കിൽ ഷർട്ട് പീസ് ആവാം, മുണ്ടുകളാവാം, കാർപ്പറ്റ് ആവാം, ഇതുപോലുള്ള കുഷ്യൻസ് ആവാം. അങ്ങനെ പല ഓപ്ഷൻസ് അവിടെ ഉണ്ട് കേട്ടോ. സാധനം വാങ്ങി നമ്മൾ വീവേഴ്സിൻ്റെ അകത്തേക്ക് നടന്നു. ജസ്റ്റ് അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. എൻ്റെ മേമയുണ്ടായിരുന്നു കൂടെ. അവിടെ നൂല് കമ്പിയിൽ കോർത്തിട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് പിന്നെ വീവിങ് മെഷീനിൽ പോയി നമുക്ക് തുണിയായിട്ട് കിട്ടുന്നത്. ഇത് സിൽക്ക് സാരീസൊക്കെ ഉണ്ടാക്കുന്ന യൂണിറ്റാണ്. നമ്മൾ കയറിയപ്പോൾ തന്നെ നല്ലൊരു പച്ച കളർ സാരി അവിടെ വീവ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. പലതരത്തിലുള്ള ഡിസൈൻസ് വരുന്ന സാരികളും ബോർഡർ മാത്രമായിട്ടുള്ള അതും വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള കളറിലെ സാരി അവിടെ നെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. സ്റ്റാഫ് ഇപ്പോൾ ബ്രേക്ക് ടൈം ആയതുകൊണ്ട് അവരെ പരിചയപ്പെടാൻ പറ്റിയില്ല. ഇപ്പോൾ അവർക്ക് കസ്റ്റമൈസേഷനും അവൈലബിൾ ആണ്. അതായത് ബ്രൈഡ്സിൻ്റെയും ഗ്രൂംസിൻ്റെയും ഫോട്ടോ വെച്ചിട്ടുള്ള സാരി അടക്കം അവർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ പച്ച നിറം വളരെ അട്രാക്റ്റീവ് ആയതുകൊണ്ടും എൻ്റെ അമ്മേൻ്റെ ഒരു ഫേവറേറ്റ് കളർ ആയതുകൊണ്ടും നമ്മൾ അത് തന്നെ ചുറ്റിപ്പറ്റി നിൽക്കായിരുന്നു. സിംഗിൾ ടോണിൽ ഗോൾഡൻ ബ്രൊക്കേഡ് ബോർഡർ വരുന്ന സാരിയും പിന്നെ ഒരു ബേബി പിങ്കിൽ നല്ല ബ്രൈറ്റ് ബ്രൗൺ കളർ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള സാരിയാണ് നമ്മൾ പോയപ്പോൾ അവിടെ നെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ടായത്. ഇതിൻ്റെ ഓരോ ഇഴയും വളരെ ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പുറത്തെ സൈഡിലൊരു വൈറ്റിൽ ഗോൾഡൻ കോൺട്രാസ്റ്റ് വരുന്നൊരു സാരിയാണ് നെയ്തുകൊണ്ട് നിൽക്കുന്നത്. ഇത് കണ്ടാൽ തന്നെ അറിയാം ആ നൂലൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ലൈവായിട്ട് വീവ് ചെയ്യുന്നത് കാണുന്നുണ്ടായിരുന്നു. പക്ഷേ ബ്രേക്ക് ടൈം ആയതുകൊണ്ട് തന്നെ സ്റ്റാഫ് ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അത് മിസ്സായി. ഇവിടെ 2 ചേച്ചിമാർ നൂലെടുത്ത് വീവിങ് യൂണിറ്റിലേക്ക് പോകുന്നുണ്ട്. ഇവിടെ ഫസ്റ്റ് പീസ് അപ്രൂവൽ സെക്ഷൻ എന്നാണ് കാണുന്നത്. ഇവിടെ നിന്നാണ് ഈ നൂലിഴകൾ ഓരോ കമ്പിയിലായിട്ട് ഇങ്ങനെ കോർത്ത് വരുന്നത്. ഇവിടെ ഒത്തിരി ചർക്കകൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഉപയോഗിച്ചാണ് അവർ നൂല് നൂൽക്കുന്നത്. അങ്ങനെ ചുറ്റിയെടുത്ത നൂല് പിന്നെ വീവിങ് യൂണിറ്റിലേക്ക് കൊണ്ടുപോയി വീവിങ് മെഷീനിൽ സെറ്റ് ചെയ്യും. 2 സൈഡിലായിട്ട് പല നിറത്തിലുള്ള നൂലിഴകൾ ഇങ്ങനെ കോർത്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വീവിങ് യൂണിറ്റിലേക്ക് പോവാം. ഇത് കുഞ്ഞുങ്ങളെ യൂണിഫോമാണ്. ഓ അത് ശരി. സ്കൂൾ യൂണിഫോമില്ലേ, പാൻറ്. ഓ അത് ശരി. ബ്രേക്ക് ടൈമൊക്കെ കഴിഞ്ഞ് സ്റ്റാഫ് ഓരോരുത്തരായി വന്ന് തുടങ്ങി. നിങ്ങൾക്കും ഇവിടുന്ന് ഷോപ്പ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഫുൾ എമൗണ്ട് ഒന്നിച്ച് കൊടുക്കുക അല്ലാണ്ട് കുറി അടിസ്ഥാനത്തിലും നിങ്ങൾക്ക് ഇവിടുന്ന് ഷോപ്പ് ചെയ്യാം. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ധർമ്മശാലയ്ക്ക് നിന്ന് കണ്ണപുരം റോഡ് കയറി ഒരു 200 മീറ്റർ മുന്നോട്ട് വരുമ്പോൾ ഇടതുഭാഗത്ത് കാണുന്ന ബിൽഡിംഗ് ആണ്. സോ ദാറ്റ്സ് ഇറ്റ്. ബൈ.